വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കർണാടകയിലെ ബിലിഗിരി രംഗസ്വാമി ക്ഷേത്രം കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് സോളിഗ ഗോത്രം താമസിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഫാക്ട് കിട്ടിയിട്ടുണ്ട്. ബിലിഗിരി രംഗസ്വാമി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അതുപോലെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള ബിലിഗിരി രംഗസ്വാമി ക്ഷേത്രത്തിലാണ് സോളിഗ എന്ന് പറയുന്നൊരു ഗോത്രം താമസിക്കുന്നത്. കടുവകളുടെ എണ്ണവുമായുള്ള അവരുടെ ബന്ധം സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനമാണ്. മൻ കി ബാതിൻ്റെ 119ാമത് പതിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ സംഭാവനകൾ വിളിച്ചെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാതിൻ്റെ 119ാമത് പതിപ്പിലാണ് നമ്മുടെ കർണാടകയിലെ ബിലിഗിരി രംഗസ്വാമി ക്ഷേത്രത്തിലെ സോളിഗ ഗോത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ന് ഓർക്കുക. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം 2024 ഇന്ത്യയിലെ ഡാറ്റ സൈറ്റുകളുടെയും രജിസ്റ്ററുകളുടെയും സംഗ്രഹം പുറത്തിറക്കിയിട്ടുണ്ട്. വിവരമുള്ള തീരുമാനമെടുക്കുന്നതിനുള്ള ഡാറ്റ ആക്സസിബിലിറ്റി ഈ സംരംഭം മെച്ചപ്പെടുത്തുന്നു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം നവീകരിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയമാണ് 2024 ഇന്ത്യയുടെ ഡാറ്റ സൈറ്റുകളുടെയും രജിസ്റ്ററുകളുടെയും സംഗ്രഹം പുറത്തിറക്കിയത്. ഇന്തോനേഷ്യയിലെ വടക്കൻ മാലൂക്ക് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഡുക്കാണോ. അപ്പോൾ ചോദിക്കാം, മൗണ്ട് ഡുക്കാണോ എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ്? അത് ഇന്തോനേഷ്യയിലാണ്. അടുത്തിടെ പൊട്ടിത്തെറിച്ചിനെ തുടർന്ന് സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. സ്ഫോടനത്തെ തുടർന്ന് 2000 മീറ്റർ വരെ ഉയരത്തിൽ ചാരമേഘങ്ങൾ ഉയർന്നു. ഈ സംഭവം വ്യോമയാന സുരക്ഷയ്ക്കും പ്രദേശവാസികൾക്കും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൗണ്ട് ഡുക്കാണോ ഏത് രാജ്യത്താണെന്ന് ഓർക്കുക, ഇന്തോനേഷ്യയിലാണ്. നീല ചീക്ഡ് തേനീച്ച തിന്നുന്നവ. നീല ചീക്ഡ് തേനീച്ച തിന്നുന്നത് അത് മൊറോപ്സ് പേഴ്സിക്കസ് ആണ്. മൊറോപ്സ് പേഴ്സിക്കസ് ഇന്ത്യയിൽ പെനിൻസുലാർ പ്രദേശത്ത് പ്രജനനം നടത്തുന്നതായി അടുത്തിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലെ മണക്കുടി കണ്ടൽക്കാടുകൾക്ക് സമീപമുള്ള അവയിലെ ഉപ്പുപ്രദേശങ്ങളിലാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. അപ്പോൾ ഈ നീല ചീക്ഡ് തേനീച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരി ജില്ലയിലെ മണക്കുടി കണ്ടൽക്കാടുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറായ ശക്തികാന്ത ദാസിനെ 2025 ഫെബ്രുവരി 22 ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശക്തികാന്ത ദാസാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ശനിയാഴ്ച മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന 27ാമത് വെസ്റ്റേൺ സോണൽ കൗൺസിൽ യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. അപ്പോൾ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇത് നടന്നത്. വെസ്റ്റേൺ സോണൽ കൗൺസിൽ യോഗം, അതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് നേതൃത്വം കൊടുത്തത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലോട്ട് പോവാം. അയൺ ഡോം ശൈലിയിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം. അയൺ ഡോം ശൈലിയിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? ഉത്തരം ബി ആണ്, ഇസ്രയേലാണ്. അപ്പോൾ അയൺ ഡോം ശൈലിയിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേലാണ് വികസിപ്പിച്ചതെന്ന് ഓർക്കുക. ഇന്ത്യയിൽ അടുത്തിടെ കണ്ടെത്തിയ നീല ചീക്ഡ് തേനീച്ച തിന്നുന്നവരുടെ ആദ്യ പ്രജനന കേന്ദ്രം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാലോ, ഇപ്പോൾ കുറച്ച് മുന്നേ പഠിച്ചതല്ലേ, തമിഴ്നാട്ടിലെ ആൻഡിവിളയിലെ ഉപ്പുവെള്ളമാണ്. അടുത്തിടെ വാർത്തകളിൽ പരാമർശിക്കപ്പെട്ട ഉപ്പുവെള്ളക്കുളങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നമുക്ക് നോക്കാം. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ഹൈപ്പർ സലൈൻ ഓക്സിജൻ അപര്യാപ്തമായ തടാകങ്ങളാണ് ആൻസർ. അപ്പോൾ ഉപ്പുവെള്ളക്കുളങ്ങൾ എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ഹൈപ്പർ സലൈൻ ഓക്സിജൻ അപര്യാപ്തമായിട്ടുള്ള തടാകങ്ങളാണ്. അന്താരാഷ്ട്ര ആസ്പെർജേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണേത്? ഫെബ്രുവരി 18. അന്താരാഷ്ട്ര ആസ്പെർജേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 18. തുമോയിർ ബിനന്ദിനി ഏത് സംസ്ഥാനത്താണ് അവതരിക്കപ്പെടുന്ന ഒരു പരമ്പരാഗത നൃത്തരൂപമൊക്കെ കലാസാഹിത്യ മേഖലയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. തുമോയിർ ബിനന്ദിനി എന്ന് പറയുന്നത് അസമിലെ ഒരു നൃത്തരൂപമാണ്. എന്ത്? തുമോയിർ ബിനന്ദിനി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇന്നലെയൊക്കെ എല്ലാവരുടെ സ്റ്റാറ്റസുകളിലൊക്കെ തിങ്ങി നിറഞ്ഞു നിന്ന ഒരു സംഭവമാണല്ലേ ഇത്. എന്താണ്? ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. അതായത് വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ 14,000 റൺസാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതോടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലളിതകലാ അക്കാദമി, അപ്പോൾ അതിൻ്റെ വിശിഷ്ട അംഗത്വം ആർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ടത്. NN മോഹൻദാസിനും സജിത ശങ്കറിനുമാണ് എന്ത് വിശിഷ്ട അംഗത്വം ലഭിച്ച വ്യക്തികളാണ് ആര്? NN മോഹൻദാസും സജിത ശങ്കറും. N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ഷബാന അസ്മിക്കാണ്. അതായത് പത്രപ്രവർത്തകനായിരുന്ന N രാമചന്ദ്രൻ്റെ സ്മരണയ്ക്ക് രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന പുരസ്കാരത്തിന് അഭിനേത്രിയും ആക്ടിവിസ്റ്റുമായ ഷബാന ആസ്മി അർഹനായി. അപ്പോൾ ഇവരുടെ മേഖലയാണ് അഭിനേത്രിയും ആക്ടിവിസ്റ്റുമാണെന്ന് ഓർക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വന്ന് അയച്ചു കൊടുക്കുക. താങ്ക് യു.